ഇത് ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചതിൽ എൻ്റെ ഒരു വിശ്വാസം ശ്വേതയ്ക്കല്ല, ബാക്കിയുള്ള സ്ത്രീകൾ അംഗങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. എല്ലാവരും തോന്നുന്ന പോലെയൊക്കെ ഓരോ മൈക്കിൻ്റെ മുമ്പിൽ പറയുക. 6-7 മെയിൻ ചാനലുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് മല്ലിക സുകുമാരൻ ലൂസ് ടോക്കർ. എന്തടിസ്ഥാനത്തിലാണ് ഈ കുട്ടി അത് പറഞ്ഞത്? പിന്നെ എനിക്കറിയാൻ വയ്യാത്ത ഹൈദരലി അതിനകത്ത് അവരുടെ കൂടെ കയറി ഇരിക്കുന്നില്ലല്ലോ. സോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്തവരല്ലേ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ അത് ഒരു വാർത്ത കിട്ടിയാൽ ഏത് മാധ്യമ സുഹൃത്തുക്കൾ അത് പുറത്ത് പറയുന്നത്. വനിതാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞെന്തോ അന്തർദേശീയ തലത്തിൽ ഏതാണ്ടൊക്കെ എന്തോ പാവപ്പെട്ടിച്ച ഇവിടുത്തെ അമ്മമാർക്ക് അന്തർദേശീയ തലത്തിൽ എന്തോന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കേട്ട് ചിരിക്കാതല്ല നമ്മൾ എന്തോന്ന് പറയും. ഒരു കയ്യാങ്കളിലേക്ക് എത്തുമെന്നൊരു ഭയപ്പാട് വന്നിരുന്നു. കാലത്തെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 4:30 മണി വരെ ഇരുന്നിട്ട് ഒന്നും നടക്കാതെ ഒരു കമ്മിറ്റി രാജിവെച്ചു. അതാണ് ഇന്ന് നടന്ന സംഭവം. ഞാൻ പറയുന്നത് ഒരു മാതൃകാപരമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സംഘടന ഒരു അലമ്പ് പരിപാടിയായിട്ട് അങ്ങോട്ട് പോയ എന്നുള്ളൊരു മട്ടിൽ കമൻസുകൾ വരുന്നത് ഞങ്ങൾക്ക് എല്ലാം ഒരു സങ്കടമായിരുന്നു. ജനറൽ ബോഡി കഴിഞ്ഞിരിക്കുന്നു, കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നു. തുടക്കം മുതൽ അമ്മയുടെ മല്ലിക അമ്മ വലിയ രീതിയിൽ പ്രതികരണം നടത്തി. ഇപ്പോൾ ജനറൽ ബോഡി കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മോടൊപ്പം ചേർന്നു മല്ലിക ചേച്ചി. നമ്മൾ തുടക്കം തൊള്ളു ഈ കമ്മിറ്റി ഒരിക്കലും ഇരിക്കാൻ യോഗ്യതയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ കമ്മിറ്റി അങ്ങനെ ആയിരിക്കുന്നു. എന്തു തോന്നുന്നു ഈ സമയത്ത്? അല്ല, ആക്ച്വലി ശ്വേതയല്ല രാജിവെക്കേണ്ടത്. ഈ സെക്രട്ടറി റിപ്പോർട്ടൊക്കെ എഴുതുന്ന സെക്രട്ടറിയും ഈ ക്യാഷിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ട്രഷറർ, ഇവർ തമ്മിലായിരുന്നല്ലോ ചെക്കൊപ്പിടിയിൽ. ഈ ചെക്കൊപ്പിട്ട് ഒപ്പിട്ട് അവസാനം ഇന്ന് കണക്ക് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാലത്ത് തൊട്ടിരുന്നിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോഴും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ടെന്നീസ് കോർട്ടിൽ ബോൾ തട്ടുന്നതല്ലാതെ ഒരു വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ പലരും പല ചോദ്യങ്ങളും ഉന്നയിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതിനൊന്നും അല്ല ഇവിടെ വന്നത്. പണ്ട് മറ്റേ ഉണ്ണി മുകുന്ദൻ രാജിവെച്ച കഥയൊന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അവിടെ ഒരു കാര്യമില്ലാത്ത വിഷയങ്ങൾ, ഈ അജണ്ടയിലൊന്നും ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് അങ്ങ് പോവുക. അപ്പോൾ സംഗതി ഇത് കൈവിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും കേൾക്കാനില്ല, പണ്ടത്തെ കഥ കേൾക്കാനല്ല വന്നത്, ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അതിന് പ്രോപ്പറായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, അവിടുത്തെ സെക്യൂരിറ്റിയുടെ കാര്യമോ അവിടുത്തെ വിളിച്ചുവിട്ട ആ ക്ലർക്കിൻ്റെ കാര്യമോ അതിനൊന്നും ആ സബ്ജക്റ്റേ ഇതെടുത്തിട്ടില്ല. ഇപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കണക്കിൻ്റെ കാര്യം കൂട്ടി ഒരു കുഴച്ച് സർവത്ര പ്രശ്നം, ഒന്നിനും വ്യക്തമായ കണക്കില്ല. അപ്പോൾ അത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ശ്വേതയോടായിരിക്കുമല്ലോ ചോദ്യങ്ങൾ. ഈ ചെയ്തവരെല്ലാം പമ്മി പുറകെ ഇരുന്നെങ്കിലും ശ്വേത വേണ്ടേ പറയാനായിട്ട് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ. അവിടെയാണ് ഞാൻ അന്നതിന് മുമ്പ് ഞാൻ ശ്വേതയെടുത്ത് പറഞ്ഞു, ശ്വേത ചില കാര്യങ്ങൾ ശ്വേത സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ ചോദ്യങ്ങൾ ശ്വേതയോടെ വരുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ കേട്ടത് ആരെയുണ്ടേ വിളിച്ചു കൊണ്ടുവന്നിട്ട് സെക്രട്ടറിക്കാണ് അധികാരം കൂടുതലെന്ന് മറ്റേ ഓഡിറ്റർ പറഞ്ഞു, ഇൻകം ടാക്സ് എല്ലാം ആണ്. പക്ഷേ അവരുണ്ടോ കാണുന്നു അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുമ്പോൾ പ്രസിഡന്റിനെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും സംസാരിക്കും. അങ്ങനെ സംസാരിച്ചിട്ട് ശ്വേതയ്ക്ക് തന്നെ മാനസികമായിട്ട് എല്ലാവരും കൂടെ ശ്വേതയെ അറ്റാക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ ആ ഒരു എന്തായാലും സ്ത്രീ ആണെങ്കിൽ അവർക്ക് വലിയൊരു അഭിമാനം എന്തോന്നും അവരേതാണ്ട് അടിച്ചോണ്ട് പോയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ക്യാഷിൻ്റെ കണക്ക് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് യോഗം തീരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പം ഫൈനലി ഷീസരില്ല ഞാൻ പക്ഷെ ഞാനിപ്പോൾ ഇവർ മറ്റുള്ള അതാ ഇപ്പോൾ പറയുന്നത് മറ്റുള്ള മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു അമ്മയെന്നേ രാജിവെച്ചു, അംഗത്വം രാജിവെച്ചു എന്നൊക്കെ. അത് ഞാൻ ധരിച്ചത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറുന്നു എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ രാജിവെക്കേണ്ടവരൊക്കെ അവിടെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടുള്ളത് ഇപ്പോൾ ഉണ്ട്. ഞാൻ ഏതായാലും ഇനി പോകുന്നു, ശ്വേത ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ പിന്നെ എല്ലാവരും കമ്മിറ്റി അടക്കം രാജിവെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത അഡ്ഹോക് കമ്മിറ്റി എടുക്കും, അടുത്തൊരു ഇലക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞ് അവിടെ പല പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കും എന്നുള്ളതല്ലാതെ നമുക്കതിനെപ്പറ്റി എന്താണ് ആകെ മൊത്തം ഒരു വല്ലാത്ത മീറ്റിംഗ് ആയിരുന്നു ഇന്നത്തേത്. പക്ഷേ ഇത് ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചതിൽ എൻ്റെ ഒരു വിശ്വാസം ശ്വേതയ്ക്കല്ല, ബാക്കിയുള്ള സ്ത്രീകൾ അംഗങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. എല്ലാവരും തോന്നുന്ന പോലെയൊക്കെ ഓരോ മൈക്കിൻ്റെ മുമ്പിൽ പറയുക. ഇത് ഞാൻ പണ്ടും ചോദിക്കുന്നതല്ലേ, എങ്ങനെയാണ് ഇവർക്ക് ഈ മുറിക്കകത്തിരുന്ന് ഇത് പറഞ്ഞ് സെറ്റിൽ ചെയ്തുകൂടെ? ഇവർ ഓരോരുത്തരും കിട്ടുന്ന മൈക്കുകളുടെ ഒന്നൊന്നും അല്ല, പിന്നെ പല മാധ്യമങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിൽ ഇവർ പല രീതിയിൽ ഓരോരുത്തരും സംസാരിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. കുക്ക് പറഞ്ഞിട്ടുണ്ട്, അൻസിബ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലക്ഷ്മി മറ്റേ നമ്മുടെ നീനാക്കുറിപ്പ് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ പിന്നെ മറ്റേ ലക്ഷ്മി പറയാ ഇവരൊക്കെ പറയുന്ന ഭാഷയൊക്കെ കേട്ടാൽ ഒരു താരസംഘടനയിൽ ഇരിക്കുന്ന ഭാരവാഹികളുടെ വർത്തമാന രീതിയേ അല്ല. ഒരുമാതിരി തമ്മിലടി, ഒരു വൃത്തികെട്ട ഭാഷകളും തല്ലും ബഹളവും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഈശ്വര ഈ വലിയ താരങ്ങളാരും ഇത് കേൾക്കുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഏതായാലും ശരി,
ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇന്നവിടെ മോഹൻലാലുണ്ടായിരുന്നു, മമ്മൂട്ടിയെ കണ്ടില്ല. കാരണം അല്ല, ഒരു കണക്കിന് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഒരു മനപ്രയാസമാണ് നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർക്ക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലരൊക്കെ മാറി നിന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇതൊരു മാതൃകാ സംഘടന ഇതാണെങ്കിൽ ഏത് പുതിയ ആൾക്കാർ വരുമെന്നാണ്. ഇന്നിപ്പോൾ അവിടെ പൊന്നമ്മാവ് പ്രസംഗിച്ചാൽ ആരാണ്ടൊരു കുട്ടി പറഞ്ഞു, ഞാൻ അമ്മയിലെ മെമ്പർഷിപ്പ് എടുക്കുന്ന കാശുണ്ട്, സ്വർണം വാങ്ങിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞത്. അല്ല, അത് ഇതാണോ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നി. ഇപ്പം ആരും ആവട്ടെ, അതൊരു കുട്ടി സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു, നാളെ വേറൊരു കുട്ടി 2 സെൻറ്റ് പുരയിടം വാങ്ങിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നത് ഒരു മാതൃകാപരമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സംഘടന ഒരലമ്പ് പരിപാടിയായിട്ട് അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു മട്ടിൽ കമൻസുകൾ വരുന്നത് ഞങ്ങൾക്ക് എല്ലാം ഒരു സങ്കടമായിരുന്നു. ഞാൻ പോലും പണ്ടൊക്കെ സാധാരണ ഇപ്പോൾ കോളേജ് പിള്ളേരൊക്കെ ചോദിക്കുമെങ്കിലും വലിയ ആൾക്കാരുടെ വലിയ കോൺഫറൻസിനൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ ഈ അടുത്ത കാലത്താണ് ചോദിക്കുന്നത് വലിയ ആൾക്കാർ, എന്താണ് ചേച്ചി വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ, അതെന്താണ് സംഭവം, ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടെ അല്ല, ഇന്നലെ വീഡിയോയിൽ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, മറ്റേതിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, ഇങ്ങനെ ഒരു സംഭവമേ നടത്തിയാൽ എന്ന് പറയാൻ പറ്റുമോ? നമ്മളും ആ വീഡിയോ കണ്ടെന്ന് അവരോട് ആദ്യം പറയുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും ശരി, ഇതൊരു സംഭവം കൈവിട്ടു പോയി. കണക്കില്ല, കൃത്യമായ റിപ്പോർട്ടില്ല, ഒന്നും പാസ്സായില്ല. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒക്കെ ജീവിതത്തിൽ ഇത്രയും വലിയ കമ്മിറ്റിയിൽ വന്നിട്ട് ഇത്തരം ഒരു രീതി ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് കാലത്തെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 4:30 മണി വരെ ഇരുന്നിട്ട് ഒന്നും നടക്കാതെ ഒരു കമ്മിറ്റി രാജിവെച്ചു. അതാണ് ഇന്ന് നടന്ന സംഭവം. ചേച്ചിയെ ഉൾപ്പെടെ ലൂസ് ടോക്കർ പറഞ്ഞ കാലം അതാണ് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം കേസ് കൊടുക്കേണ്ട വ്യക്തി ഞാനായിരുന്നു. 6-7 മെയിൻ ചാനലുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് മല്ലിക സുകുമാരൻ ലൂസ് ടോക്കർ. എന്തടിസ്ഥാനത്തിലാണ് ഈ കുട്ടി അത് പറഞ്ഞത്? ഞാനതൊന്നും അത് പ്രശ്നമാക്കാത്തതുകൊണ്ട് ശരി, ഞാൻ വലിയതായിട്ടൊന്നും അവരെ ആരെയും കരുതിയിട്ടുമില്ല, അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ ആരെങ്കിലും അത് ചോദിച്ചോ? 10-70 വയസ്സ് കഴിഞ്ഞ ഒരു സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, 54 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ചോദ്യോത്തരമൊക്കെ ഇവിടെ കണക്കാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് ഇനിയിപ്പോൾ ആഡോ കമ്മിറ്റി വരുന്നു, അത് എത്ര നാളത്തേക്കാന്നൊക്കെ എന്തായാലും 3-4 മാസത്തേക്ക് അത് അവരുടെ അഡ്വക്കേറ്റ് ഇപ്പോൾ പറഞ്ഞു ഇലക്ഷൻ വന്നേ പറ്റുള്ളൂ. 3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വന്നേ പറ്റുള്ളൂ അഡ്വക്കേറ്റ് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഇപ്പോഴത്തെ കണക്കും പാസ്സാക്കണം. അപ്പം ഈ കമ്മിറ്റി തന്നെ കണക്ക് റെഡിയാക്കി ആഡോ കമ്മിറ്റിക്ക് കൊടുക്കണം അല്ലേ? അത് അങ്ങനെയാണ് ഇപ്പോൾ അവിടെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ അഡ്ഹോ കമ്മിറ്റിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ആ കണക്ക് സബ്മിറ്റ് ചെയ്യുക, അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ഓഡിറ്ററും കൂടി ഇരുന്ന് എല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ വിളിക്കുന്നത്. ഇനി ആര് വരണമെന്നൊക്കെയാണ് അമ്മയുടെ ഒരു മനസ്സിലാക്കുക. അങ്ങനെയല്ല, നമുക്ക് ഈ സംഘടന നയിക്കാൻ ആളുകൾ അതാണ്. സത്യം ഞാൻ പറയാം. കാരണം അതുകൊണ്ടല്ല, 2-3 കാര്യങ്ങൾ അതിനകത്ത് തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് പിന്നെ പുറത്ത് സംസാരിക്കുമ്പോൾ ചില്ലറ കാര്യങ്ങൾ ഊതി പെരുപ്പിച്ച് ഇതൊരു മഹാ അലമ്പ് സംഘടനയാണെന്ന് തോന്നിപ്പിക്കാതിരിക്കുക. മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ മീഡിയയോടായാലും നാട്ടുകാരോടായാലും രാഷ്ട്രീയക്കാരോടായാലും ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. ആരെങ്കിലും 1-2 പേര് സ്വാധീനമുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് എന്നിട്ട് ഇല്ലാത്ത നുണയൊക്കെ പറയും. ഇത് വിശ്വസിച്ചിട്ട് സത്യം ഞാനിത് ചോദിച്ചല്ലോ, ഈ IFFK ചെന്നിട്ട് ഈ 5 ലക്ഷമൊക്കെ ആയി എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ തെറ്റാണത്. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അങ്ങനെ കൊടുക്കാനും പാടില്ല, അത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യാനും പാടില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇവരൊക്കെ ചെന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കറിയാം? അതുകൊണ്ട് നമുക്കറിയത്തില്ല. അവർ ഗവൺമെൻറ്റിലുള്ളവരൊന്നും കുറ്റം പറയാനൊക്കത്തില്ല. ഇവർ എന്ന് കിടന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് വേണം. അപ്പോൾ അതിനെന്താ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞെന്തോ അന്തർദേശീയ തലത്തിൽ ഏതാണ്ടൊക്കെ എന്തോന്ന് പാവപ്പെടിച്ച ഇവിടുത്തെ അമ്മമാർക്ക് അന്തർദേശീയ തലത്തിൽ എന്തോന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ കേട്ട് ചിരിക്കാതല്ല നമ്മളെന്തോന്ന് പറയും. എവിടെ കണ്ടു പോയിട്ട് ആദിവാസി ആയിക്കോട്ടെ, പണിതില്ല, അത് പണിതന്നിരിക്കട്ടെ. അതുകൊണ്ട് ആ കാശെന്ന ഇവിടെ അമ്മയ്ക്ക് ഒരു 1000 രൂപ കൂട്ടി കൊടുത്തൂടെ ഇവിടുത്തെ അവശത അനുഭവിക്കുന്നവർക്ക്? അവിടെ ചെന്നൊരു വീട് പണിത് കൊടുത്തിട്ട് എന്താ ആരുടെ പേര് എഴുതി വയ്ക്കും? നമ്മൾ അമ്മ സംഘടന എന്ന് എഴുതി വയ്ക്കും. എന്താണ് അമ്മയിലെ അംഗങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം? ഈ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളൊരു ലൈഫ് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നതൊക്കെ അമ്മ സംഘടനയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അത് ദോഷം പറയുന്നത് ബാബു ഒരുവിധം നന്നായിട്ടൊക്കെ കൊണ്ടുപോയ ഒരു സംഭവമാണ്. അവിടെ ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നു, മറ്റേ മറിച്ച്. അതെ, ഇത് അമ്മയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം കാശ് കളയുക എന്തിനാണെന്നുള്ള എനിക്ക് പറയാം. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ എനിക്ക് മനസ്സിലായി എന്നെ കുറിച്ചുള്ള ആരോപണമായിരുന്നു. ഹൈദരലിയാണ് ഈ വാർത്തകൾ മല്ലിക ചേച്ചി കേട്ടതാണ്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ചേച്ചി, ഞാൻ ഈ വാർത്തകൾ ചെയ്തതിൽ തെറ്റായ വാർത്തകൾ ഉണ്ടെങ്കിൽ ഞാൻ അത് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ചെയ്ത വാർത്തകളിൽ നിന്നായിരിക്കും ചേച്ചി വല്ല കാര്യങ്ങൾ. അല്ല, ഹൈദരാലി മാത്രമല്ല, ഞാൻ ചാനലിൽ കേട്ടിട്ടുണ്ടല്ലോ, വൈകിട്ടത്തെ ന്യൂസ് വയ്ക്കുമ്പോൾ അമ്മയുടെ ഈ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്, കുക്കുവിൻ്റെ കേട്ടിട്ടുണ്ട്, അൻസിബയുടേതാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നിരന്തരം ഇത് തന്നെയാണ് എല്ലാ ചാനലും പറയുന്നത്.
അത് ഹൈദരലി മാത്രം അവർ കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഹൈദരലിയുടെ ശത്രുതയുള്ള ആരെങ്കിലും കാണുമ്പോൾ ഒരാളുടെ പേര് മാത്രം പറഞ്ഞു കൊടുത്ത് കാണും. പിന്നെ എനിക്കറിയാൻ വയ്യാത്ത ഹൈദരലി അതിനകത്ത് അവരുടെ കൂടെ കയറി ഇരിക്കുന്നില്ലല്ലോ. സോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ചെയ്തവരല്ലേ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ അത് ഒരു വാർത്ത കിട്ടിയാൽ ഏത് മാധ്യമ സുഹൃത്തുക്കളത് പുറത്ത് പറയുന്നത്. ഇപ്പം അവർ ചേച്ചി ശ്വേതമെന്ന് പറഞ്ഞിട്ട് പോയി അംഗത്വം വരെ രാജിവെച്ചത് അറിയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ വാർത്ത കൊടുക്കുന്നവർ എങ്ങനെയാണ് ഇത് ചോർത്തി കൊടുത്തത് എന്നുള്ള കൾപ്രിറ്റ്സ് ആരാണെന്ന് ഈ നിമിഷം വരെ പറയുന്നില്ല. ഇപ്പോഴും അത് എഴുതിയവരെയും പറഞ്ഞവരെയൊക്കെയാണ് അവിടെ തെറി. അല്ല അത് ഇപ്പോഴും അവിടെ CCTV വെച്ചിട്ടുണ്ട്. ഓഡിയോ ഉള്ള CCTV അല്ല, അതിന് ചോരാലോ. അത് സത്യം എന്തോ എനിക്കറിയില്ലപ്പാ. ഏതായാലും ഞാൻ പറഞ്ഞ ഇനി ഒരു ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഒരു പുതിയ അമ്മ സംഘടനയുടെ സാരഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തെ വിചാരിച്ച് ഈ സീനിയേഴ്സ് ആയിട്ടുള്ളവർ 1, 2, 3 പുതിയ തസ്തികകൾ വെച്ചാലും കൊള്ളാം. എല്ലാവരും കൂടെ കയറിക്കിടന്ന് സംസാരിക്കരുത്. ഒരു സ്പോക്സ് പേഴ്സണെ വെക്കുക. ഒരാൾ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് ക്യാബിനറ്റ് ഡിസിഷൻ, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തില്ലെങ്കിൽ അദ്ദേഹം ഒരു ചാർജ് കൊടുക്കും. അവർ വന്നിരുന്ന് മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നു, അന്ന് എന്തൊക്കെയാണ് ഡിസിഷൻ എന്നുള്ളത് പറയുന്നു. അല്ലാതെ 19 മന്ത്രിമാർ കൊണ്ടിരുന്നിട്ടാണോ പറയുന്നത്? 20 അല്ല. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ ഈ ചപ്പ് ചവറ് സംസാരമൊക്കെ അങ്ങ് കുറയും. നിങ്ങൾക്ക് ആര് പറയാൻ പാടില്ല, നമുക്കൊരാളുണ്ട് മാധ്യമങ്ങളോട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ അവർ പറയും എന്നൊരു പോസ്റ്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യട്ടെന്നേ. ഇത് ശമ്പളമൊന്നും കൊടുക്കുന്നില്ലല്ലോ, ചുമ്മാതല്ലേ. പിന്നെന്തുവാ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുമെന്നൊരു ഭയപ്പാട് വന്നിരുന്നോ? എനിക്കിടയ്ക്ക് തോന്നി ചിലരൊക്കെ പുറകിലിരുന്നവർ അതോ കയറിയവർ തന്നെ പിന്നെയും 5 മിനിറ്റ് കൂടെ വീണ്ടും കയറുക, ഒരു പരാതി കൂടെ പറയാനെന്ന് പറഞ്ഞു. ഇതിങ്ങനെ കൂടി ശബ്ദങ്ങളൊക്കെ കൂടി വന്നപ്പോൾ എനിക്കൊരു തോന്നി, അയ്യോ ഇത് ഇച്ചിരി പ്രശ്നമാകുമോ എന്നൊക്കെ തോന്നി. ഇപ്പോഴും അവിടെ കഴിഞ്ഞില്ല, ഞാൻ പതുക്കെ പോന്നു. അപ്പോൾ എല്ലാം ഇനി നല്ലതാകട്ടെ, പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായി വന്നാൽ എല്ലാവർക്കും അതാണ് സത്യം. ഒത്തിരി സന്തോഷം ചേച്ചി.